കൃഷ്ണ ഗുരുവായൂരപ്പ. ഈ വീഡിയോ എഴുതുന്നത് ഒരു അനുഭവത്തിൻ്റെ രീതിയിലാണ്. അതെനിക്ക് മാത്രം ഉണ്ടായ ഒരു അനുഭവമാണ്. അത് നമ്മൾ പറയുമല്ലോ ഒറ്റപ്പെട്ട ഒരു സംഭവമാണെന്ന്, അതുപോലെ എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടാവും, ദോഷം ഉണ്ടായിട്ടുണ്ടാവും. അതെങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല. മാത്രമല്ല, കുബേരൻ എന്ന് പറയുന്നത് സമ്പത്തിൻ്റെയൊക്കെ അധിപതിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ കുബേരൻ്റെ പ്രതിമ നമ്മുടെ വീട്ടിൽ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും സമ്പത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പണ്ട് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുബേര പ്രതിമ വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ നല്ല ഇതാണെന്ന്, അങ്ങനെയൊക്കെ. പിന്നെ വലിയ കടകൾ, നല്ല കച്ചവടമുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോൾ അവിടെയൊക്കെ കുബേര പ്രതിമ വെച്ചിരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാനും കുബേര പ്രതിമ വാങ്ങിയിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിരുന്നു. ആദ്യം എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ വടക്കു കിഴക്കേ കോർണറിലേക്ക് ദൃഷ്ടിയായിട്ട്, അതായത് ദർശനമായിട്ടാണ് വെച്ചിരുന്നത്. കുറച്ച് നാളുകൾക്ക് ശേഷം എന്താണെന്ന് അറിയില്ല, എനിക്ക് ഉണ്ടായത് മുഴുവൻ നേരെ ഓപ്പോസിറ്റ് ഫലങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ ഈ കുബേര പ്രതിമ നല്ലതാണല്ലോ, പിന്നെ എന്താ നെഗറ്റീവ് ഉണ്ടാവുന്നതെന്ന് ചിന്തിച്ചു. പിന്നെ എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണം എന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്രതിമയെ ഒരിക്കലും സംശയിച്ചില്ല. ചിലപ്പോൾ എൻ്റെ കഷ്ടകാലം കൊണ്ടാവാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കലും ഒരാൾ പറഞ്ഞു, കുബേര പ്രതിമ വീട്ടിൽ വെക്കുന്നത് നല്ലതല്ല, അത് മോശമാണ് ഉണ്ടാക്കുക എന്നൊക്കെ ഒരാൾ പറഞ്ഞു. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, അത് വെക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ വെക്കുന്നത് ആ ഒരു ശരിക്ക് കറക്റ്റ് പൊസിഷനിൽ വെച്ചില്ലെങ്കിൽ അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥാനവും പിന്നെ അത് നമ്മൾ അതൊന്നും അത്ര സ്യൂട്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടതിന് ശേഷം ഞാൻ ഇനി കുബേര പ്രതിമ വീട്ടിലിരിക്കുന്നത് ശരിയാണോ, വെക്കണോ, ഇനി അഥവാ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല, ചിലപ്പോൾ നമ്മുടെ കഷ്ടകാലം കൊണ്ടാണെങ്കിലും ഇനിയിപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഒരു കഷ്ടകാലം ഉണ്ടാവണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ അതെടുത്ത് ഒഴുകുന്ന ജലത്തിൽ ഒഴുക്കി കളഞ്ഞു. അതിന് ശേഷം എനിക്ക് വളരെ കാലമായിട്ട് ഞാൻ തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ വരെ നടന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് മാറ്റിയതിന് ശേഷം എനിക്ക് തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ വരെ നടന്നു. അപ്പം ഞാനത് ഭയങ്കര ഒരു മാറ്റമായിട്ട് തോന്നി. പിന്നെ ഞാൻ വേറെ പല കാര്യങ്ങളും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. അതായത് ഞാനങ്ങനെ ഓൺലൈനായിട്ട് പല യന്ത്രങ്ങളൊക്കെ വാങ്ങും. അതുപോലെ തന്നെ യന്ത്രങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുബേര യന്ത്രം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ യന്ത്രങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സമ്പത്തുണ്ടാവാനായിട്ട് വീട്ടിൽ വയ്ക്കേണ്ടത്, അങ്ങനെയൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ഞാൻ മുമ്പ് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കുണ്ടായതൊക്കെ നെഗറ്റീവായിരുന്നു. ഞാൻ ഗുരുവായൂരപ്പനെ വിചാരിച്ച് പ്രാർത്ഥിച്ച് എങ്ങനെ നടന്നു, അപ്പോൾ ഭഗവാൻ എനിക്ക് വഴി തെളിച്ച് തരാറുണ്ട്, എങ്ങനെ പോകണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ. അതല്ലാതെ ഞാൻ മറ്റുള്ളതിനെ പെട്ടെന്ന് പണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആശ്രയിക്കുകയാണ്. അതായത് ഞാൻ പെട്ടെന്ന് ധനം ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ കുബേര പ്രതിമ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ വാങ്ങി വെച്ചു, അല്ലെങ്കിൽ വേറൊരു ഐറ്റം ഞാൻ തൂക്കിയിട്ടു. ഇതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉണ്ടാകുന്നതൊക്കെ പോസിറ്റീവല്ല, നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അത് എൻ്റെ ഒരു ജാതകദോഷം കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും സ്യൂട്ടാവാറില്ല. ഇതെൻ്റെ തികച്ചും പേഴ്സണലായിട്ടുള്ള അനുഭവമാണ്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഗുണം ഉണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ ഇത് നല്ല ആംഗിളിൽ വെച്ചാൽ നല്ല ഗുണം കിട്ടുന്നതായിരിക്കും. പക്ഷെ ഒരുപാട് പേർക്ക് ദോഷമുണ്ടെന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താ സത്യാവസ്ഥ എന്ന് അറിയില്ല. അപ്പോൾ ഞാൻ കുറേ നാളത്തെ നിരീക്ഷണങ്ങൾക്കൊടുവിൽ അവസാനം ഇങ്ങനെയുള്ളതൊന്നും വേണ്ടാന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ചില കോയിൻസ് അല്ലെങ്കിൽ ചില ഐറ്റംസൊക്കെ നമ്മുടെ പേഴ്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ധനം വരുന്നു കേട്ടിട്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് പേഴ്സിൽ വെച്ചിട്ടുണ്ട്.
പിന്നെ ചില കാർഡുകൾ പോലെ ATM കാർഡ് പോലെ ഒരു കാർഡ് അത് വെച്ച് കഴിഞ്ഞാൽ ATM കാർഡല്ല അതുപോലെ ഒരു കാർഡ് ഭഗവാന്റെയാണ്, ഗുരുവായൂരപ്പൻ്റെ അല്ല, വേറെ ഇതുപോലെ എന്തോ സമ്പത്തൊക്കെ ഉണ്ടാകുന്ന ഓരോ കാർഡുകൾ, അങ്ങനെയുള്ള ദേവതകളുടെ അതൊക്കെ വെച്ച് നോക്കി. പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല. മാത്രമല്ല നേരെ ഓപ്പോസിറ്റാണ് ഫലങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഒന്നും പോസിറ്റീവായിട്ട് തോന്നിയിരുന്നില്ല. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ജാതകം കൊണ്ടും അത് ചേരാത്തത് കൊണ്ടാണെന്ന്, ചിലപ്പോൾ മാച്ചിങ് ആവില്ല, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ കുബേരപ്രതിമ വെച്ചത് വടക്ക് കിഴക്ക് ദർശനമായിട്ടാണെങ്കിലും ചിലപ്പോൾ വെച്ച പൊസിഷൻ വ്യത്യാസമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിൽ വെച്ച സ്ഥാനമോ ഒന്നും ചിലപ്പോൾ ശരിയായിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ ഞാൻ കരുതുന്ന ഏറ്റവും ഉത്തമമായ സ്ഥാനം തന്നെയാണ് വെച്ചത്. പക്ഷേ എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് ഉണ്ടാവുന്ന നെഗറ്റീവ്സ്. അപ്പോൾ അതൊക്കെ നെഗറ്റീവായിട്ട് തന്നെയാണ് ഉണ്ടായത്. ഇതുപോലെ എല്ലാ കാര്യവും എന്ത് ഞാൻ പരീക്ഷിക്കുന്നു അതൊക്കെ എനിക്ക് നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല സാധനങ്ങളും ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്, എന്നേക്കായി ഉപേക്ഷിച്ചിട്ടുണ്ട് പലതും. അതായത് നെഗറ്റീവ്സ് എന്ന് തോന്നിയ പല സാധനങ്ങളും ഇതുപോലെയുള്ള ഐറ്റംസ് വാങ്ങുന്നതാണ് കേട്ടോ പറയുന്നത്. ഓൺലൈനായിട്ടുള്ള കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടൊക്കെ എനിക്ക് കുറേ പണിയും കിട്ടിയിട്ടുണ്ട്. അതായത് അതിൻ്റെ ക്വാളിറ്റി നമുക്കറിയില്ല, പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാനുള്ള അത് നമുക്ക് ഇത്ര എഫക്റ്റീവാണോ, അത് പൂജിച്ചതാണോ, ഇതൊക്കെ അതിൽ പറയണത് നമ്മൾ വിശ്വസിച്ച് നമ്മൾ വാങ്ങാം. പക്ഷേ ഇത് റെഡി ടു യൂസ് എന്നൊക്കെ പറഞ്ഞ് കാണും. പക്ഷെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഏത് വഴിക്കാണ് പണി വരുന്നതെന്ന് അറിയില്ല. അതിന് ശേഷം ഞാൻ ഇതൊക്കെ നിർത്തി. അതായത് ഇങ്ങനെ വാങ്ങലും വെക്കലും ഒക്കെ നിർത്തി. പിന്നെ രത്നങ്ങൾ ധരിക്കുന്നതിനെ പറ്റിയിട്ട്, നല്ല രത്നങ്ങൾ നല്ല ഒരു ജ്വല്ലറിയിൽ പോയിട്ട് എടുത്തില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രത്നങ്ങൾ നമ്മളുടെ ബെർത്ത് സ്റ്റോൺ ഞാൻ സെയിം കളറുള്ള അല്ലെങ്കിൽ സെയിം സ്റ്റോൺ, അതായത് ഒരു സ്റ്റോൺ ഇപ്പോൾ എമറാൾഡ് ആണെങ്കിൽ ആ എമറാൾഡ് പല ജ്വല്ലറിയിൽ നിന്ന് എടുത്തപ്പോൾ പല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് എമറാൾഡ് ഒരു ജ്വല്ലറിയിൽ നിന്ന് എടുത്താൽ നല്ല പോസിറ്റീവായിട്ടുള്ള ഗുണം ഉണ്ടായിട്ടുണ്ട്, എന്നാൽ വേറൊരു ജ്വല്ലറിയിൽ നിന്ന് എടുത്തപ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള ഗുണം ഉണ്ടായിട്ടുണ്ട്. അതായത് എല്ലായിടത്തും കിട്ടുന്ന ക്വാളിറ്റി ഒന്നല്ല എന്നർത്ഥം. അതായത് ക്വാളിറ്റി എത്ര നല്ലതാണോ അതിനനുസരിച്ച് എമറാൾഡ് പോലെയായാലും രത്നങ്ങളായാലും എത്ര നല്ല രത്നങ്ങളായാലും അതൊക്കെ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ മാത്രമാണ് അതൊക്കെ എഫക്റ്റീവ് ആവുള്ളൂ. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഗുണമായിരിക്കും ഉണ്ടായിരിക്കുക. സെയിം സ്റ്റോൺ തന്നെ വേറെ സ്ഥലത്തു നിന്നൊക്കെ എടുക്കുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ചിലപ്പോൾ നല്ലത് കിട്ടും, വേറെ സ്ഥലത്തു നിന്ന് കിട്ടുന്നത് ലോ ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ ലോ ക്വാളിറ്റി ആകുമ്പോൾ ഇംപ്യൂർ ആയിരിക്കും, പ്യൂരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാവും, നമുക്കതിൻ്റെ നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പിന്നെ ഞാൻ നിർത്തി തുടങ്ങി. അത്രയും നല്ല സ്റ്റോൺസൊക്കെ ഞാൻ പലർക്കും അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്റ്റോൺസ് അത്ര നല്ല സ്ഥലത്തു നിന്ന് വാങ്ങാനുള്ള താല്പര്യമുള്ളവർ മാത്രം അവരവരുടെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. അതായത് നമ്മുടെ ഇഷ്ടപ്രകാരം നല്ല സ്ഥലം നോക്കി നമ്മൾ നോക്കി തിരഞ്ഞെടുക്കണം ഒരു സ്റ്റോൺ. അതുപോലെ തന്നെയാണ് ഇതല്ലാതെ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് നേരെ തിരിച്ച് ഫലം കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭഗവാന് അത് ഇഷ്ടമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം നമ്മൾ ഭഗവാനെ വിളിച്ചു തുടങ്ങുമ്പോൾ ചില സമയത്ത് ചില കുട്ടിക്കുറുമ്പുകളൊക്കെ കണ്ണടിക്കുന്നല്ലാതെ കണ്ണൻ്റെ വഴിയിൽ പോകുമ്പോൾ കണ്ണൻ്റെ വഴി തന്നെയായിരിക്കണം. അല്ലാതെ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കോടീശ്വരനാവാന്നുള്ളൊരു ചിന്ത വേണ്ടാന്ന് എനിക്ക് ഗുരുവായൂരപ്പന് അങ്ങനെ പ്രത്യേകിച്ചുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ ഒരു ഫീലാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ ഈ കുബേര പ്രതിമ എന്നുള്ളത് സത്യമാണോ, അതിന് ഗുണമുണ്ടോ നെഗറ്റീവാണോ ഉള്ളതെന്നുള്ള തീർത്ത് പറയാനുള്ളൊരു യോഗ്യത എനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അത് തീർത്ത് പറയാനായിട്ട് എൻ്റെ ഒരു അനുഭവം വെച്ച് മാത്രം വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ച് അതുകൊണ്ട് തീർച്ചയായിട്ടും ഗുണമുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി യൂസ് ചെയ്യാം. മാത്രമല്ല ഫെങ് ഷൂയിൽ പറയണ പല
കാര്യങ്ങളും വാസ്തുശാസ്ത്രപ്രകാരം അംഗീകരിക്കപ്പെടുന്നതല്ല. അതുപോലെ വാസ്തുശാസ്ത്രപ്രകാരം പറയുന്ന പലതും ഫെങ് ഷൂയിൽ അംഗീകരിക്കപ്പെടുന്നതല്ല. അപ്പോൾ എങ്ങനെയാണ് ഏതൊക്കെയാണ് സ്യൂട്ട് എന്നുള്ളതൊക്കെ എല്ലാവരും നോക്കി കണ്ടറിഞ്ഞ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.